നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. 8 നഗരസഭകളിലെയും 1 ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കി. 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനമാണ് റദ്ദാക്കിയത്. കൊടുവള്ളി, ഫറോക്ക്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ നഗരസഭകളിലെയും പടന പഞ്ചായത്തിലെയും വാർഡ് വിഭജനമാണ് റദ്ദാക്കിയത്. വാർഡ് വിഭജനവുമായി സർക്കാർ രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ ലാഭമാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗിന്റെ പരാതിയിലാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. പുതിയ സെൻസസ് നിലവിലില്ലാതെ പഴയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർഡ് പുനർവിഭജനത്തിനുള്ള നീക്കം സെൻസസ് നിയമത്തിന്റെയും ചട്ടത്തിന്റെയും കേരള മുനിസിപ്പൽ ആക്ടിലെ 6(2) വകുപ്പിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. നിലവിലുള്ള 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് 2015 വാർഡ് വിഭജനം നടന്നിട്ടുള്ളത്. പുതിയ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2019 ഡിസംബർ 31 ശേഷം വാർഡ് പുനർവിഭജനം സാധ്യമല്ലെന്നാണ് ഹർജിയിൽ പറഞ്ഞത്. 2011 സെൻസസ് പ്രകാരം 2015 തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് പുനർവിഭജനം നടത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം സെൻസസ് നടന്നിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള വാർഡ് പുനർവിഭജനം നിയമപരമായി നിലനിൽക്കില്ല എന്നതാണ് ഹൈക്കോടതി നിരീക്ഷണം. വാർഡ് പുനർവിഭജനത്തിന് അടിസ്ഥാനമാക്കേണ്ടത് സെൻസസ് ആണെന്ന് കോടതി വ്യക്തമാക്കി. ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ സെൻസസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ വിശദീകരണങ്ങൾ കോടതി ചോദിച്ചിരുന്നു. ഇവയുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. വാർഡ് വിഭജനത്തിന്റെ കരട് പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യം രംഗത്തെത്തിയത് CPIയുടെ സംഘടനയായ കേരള LSG എംപ്ലോയീസ് ഫെഡറേഷനാണ്. വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചത്. പുതിയ അതിർത്തികൾ നിശ്ചയിച്ചതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നായിരുന്നു വാദം. 2015 തന്നെ പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നെങ്കിലും അത് എങ്ങും എത്തിയിരുന്നില്ല. അതിനിടയിലാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് അധികമാക്കുക എന്ന നിലയിലുള്ള വാർഡ് വിഭജന രീതിയുമായി സർക്കാർ മുന്നോട്ട് പോയത്. ഇത് അന്തിമഘട്ടത്തിലെത്താനിരിക്കവെയാണ് നിയമക്കുരുക്കിൽപ്പെട്ടത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിനേറ്റ തിരിച്ചടിയാണ് ഇന്നത്തെ വിധി.